ഏറ്റവും പുതിയ സിനിമ മിസ്റ്റർ ഫ്രോഡിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണൻ, പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. നമസ്കാരം ലാലേട്ടാ. സർ നമസ്കാരം. ദൃശ്യം ഇങ്ങനെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തൊരു വിരുന്ന് മിസ്റ്റർ ഫ്രോഡ് അല്ലേ? അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവണം അല്ലേ സർ? ദൃശ്യം ഞങ്ങൾ നേരത്തെ ഒക്കെ പറഞ്ഞാണ്, ദൃശ്യം എന്ന് പറയുന്ന പടം വലിയ വിജയമായി. അപ്പോൾ അത് വളരെ അപൂർവം സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും വലിയ ഒരു വിജയം ഒരു സിനിമയ്ക്ക് ഉണ്ടാകാനുള്ളത്. അപ്പോൾ അത് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് വരുന്ന സിനിമയായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി സന്തോഷമുണ്ട്. ഇതും മോശമില്ലാത്ത രീതിയിൽ വിജയിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹവും പ്രതീക്ഷയും. പിന്നെ ആ സിനിമയായിട്ട് ഈ സിനിമ കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കാനും പറ്റില്ല. അത് എൻ്റെലി ഡിഫറെൻറ്റ് ഫിലിമാണത്. ആ സിനിമ കഴിഞ്ഞ് വരുന്നു എന്ന് മാത്രമേ ഈ സിനിമയ്ക്കുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ വേറെ ഒരു കഥയാണ്, വേറെ കഥാപാത്രമാണ്, വേറെ ഡയറക്ടറാണ്, വേറെ ലൊക്കേഷൻസാണ്. ഇറ്റ്സ് എൻ്റയർലി വേറെ, അതുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലാത്തതാണ്. അപ്പോൾ വേറൊരു സിനിമയാണത്. ആ സിനിമയുടെ വിജയത്തിന് ശേഷം വരുന്ന ഒരു സിനിമ എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ഒരു നല്ല സിനിമയാണ് മിസ്റ്റർ ഫ്രോഡ് എന്നുള്ളത് എന്നാണ് ഞങ്ങളുടെ പക്ഷം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മിസ്റ്റർ ഫ്രോഡ് എന്ന് പറഞ്ഞ പേര് തന്നെ ഒരു കൗതുകമുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം. എന്താ അങ്ങനെ ഒരു പേര് കണ്ടെത്താനുള്ള കാരണം? ഫ്രോഡ് ആയതുകൊണ്ട്, ഫ്രോഡിൻ്റെ കൊണ്ട് ആണ്. ഫ്രോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് ഭയങ്കര ഗ്രേ ഷെയ്ഡ്സ് ഒക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. പക്ഷേ അതിനപ്പുറം പോകുന്ന ചില സങ്കീർണതകളുള്ള ഒരു കഥാപാത്രമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. അപ്പോൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഒരു മിസ്റ്ററി ഉണ്ട്. അതാണ് നായക കഥാപാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു ടൈറ്റിൽ ആലോചിച്ചു. വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. ഭയങ്കര ക്യാച്ചിങ് ആണ് ടൈറ്റിൽ. ആർക്കൊന്നും പോയി കാണാൻ തോന്നുന്നു. പിന്നെ ആ സിനിമയുടെ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്, മേ ബി ഐ എം എ ഫ്രോഡ്. അങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മേ ബി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മിസ്റ്റർ എന്നുള്ള ഒരു വിശേഷണം കൂടെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. മേ ബി ഐ എം എ ഫ്രോഡിനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. അത് നമ്മൾ ആരോടാണ് പറയുന്നത്? അയാൾ ഫ്രോഡ് അല്ലെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ കുറേ അധികം അതുപോലുള്ള ഗ്രേ ഷെയ്ഡ്സ് ഉള്ള, ഗ്രേ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അർത്ഥത്തിലല്ല. നമ്മളെല്ലാം ഗ്രേ ആയിട്ടുള്ള ആളുകളാണ്. നമ്മളൊന്നും 100% നന്മയുള്ളവരല്ല. നമ്മുടെ ഉള്ളിൽ ഒരു ഫ്രോഡുകൾ വളരെ സജീവമായി. ഈ പേരിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് ടച്ച് വന്നിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ നെഗറ്റീവ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഉള്ളിലുണ്ടല്ലോ ഒരു ഫ്രോഡ്. അതാണ് പറയുന്നത്. അപ്പൊ അത്തരം ചില ഫിലോസഫിയൊക്കെ ഇതിനകത്തുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ഈ കഥാപാത്രം ഒരിടത്ത് പറയുന്നുണ്ട്, മോഷണത്തെക്കുറിച്ച് ഇയാൾക്ക് ഇയാളുടേതായ ഒരു വീക്ഷണമുണ്ട്, കവർച്ചയെക്കുറിച്ച് ഇയാൾക്ക് ഇയാളുടേതായ ഒരു വീക്ഷണമുണ്ട്. അപ്പോൾ എല്ലാവരിലുമുള്ള ഒരു നെഗറ്റിവിറ്റി അതിനെ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഉള്ളിലുള്ള നന്മയും അയാൾ ഈ സിനിമയിൽ കാണിക്കുന്നു. അതാണ് ആ കഥയുടെ തീം. അല്ലാതെ കൂടുതലൊന്നും സസ്പെൻസ് ആണെന്നല്ലേ, ത്രില്ലർ? തീർച്ചയായിട്ടും. സസ്പെൻസ് ത്രില്ലർ എന്നൊരുപരി ഒരു ഇമോഷണൽ ഫിലിം ആയിരിക്കും. ഇമോഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സിനിമയിൽ ആവശ്യമുള്ളതാണ്. അത് ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ട്. സാറിൻ്റെ കൂടെ അതിന് മുമ്പും സൂപ്പർ ഹിറ്റുകൾ വന്നിട്ടുണ്ട് ലാലേട്ട്. അപ്പോൾ ഇതിൽ ഒരു പ്രതീക്ഷ എന്താണ് ലാലേട്ടിൻ്റെ? അങ്ങനെ സംഭവിക്കട്ടെ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. എപ്പോഴും എല്ലാ സിനിമകളും തുടങ്ങുന്ന ദിവസം ഇത് ഏറ്റവും വലിയ ഹിറ്റായി മാറട്ടെ എന്നാണ് അതിൽ പ്രവർത്തിക്കുന്നവരും അതിനെ ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ അതിൻ്റെ എല്ലാ കാരണങ്ങളും ഈ സിനിമയിലുണ്ട്. ഇതിനിപ്പോൾ സിനിമ അങ്ങനെയല്ലേ, അത് റിലീസായി ആൾക്കാർ കണ്ട് അവരിഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഒരു പ്രൊസീജിയറുണ്ട് സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനെ ആ സിനിമയും നല്ല സിനിമയാണ്. അപ്പോൾ ആ സിനിമയെ ആൾക്കാർ നല്ല രീതിയിൽ കാണട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാം. മുമ്പ് 2 സൂപ്പർ ഹിറ്റുകൾ ഉള്ളപ്പോൾ ഒരു കോൺഫിഡൻസ് കൂടുതലുണ്ടാവില്ലേ? സിനിമകളുമായിട്ടൊന്നും ഉള്ള ഒരു ഷോണറിലല്ല ഈ സിനിമ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ എനിക്ക് തോന്നുന്ന ഉണ്ണികൃഷ്ണൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. കാര്യം അദ്ദേഹം ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള ഞങ്ങൾ തമ്മിലൊരു സിനിമ ചെയ്യുമ്പോഴേ അതൊരു മാടമ്പിയുടെ ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററിന്റെ ഷെയ്ഡോ ഒക്കെ അതിനകത്ത് വന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിലത്ത് പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ തമ്മിൽ ചെയ്ത 2 സിനിമകൾ ആളുകൾ സ്വീകരിച്ച സ്ഥിതിക്ക് മൂന്നാമതൊരു സിനിമ ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോട് വേണം അതിൻ്റെ വിഷയം. അത്രയും ഒരു ഹാർഡ് വർക്ക് ഇതിനകത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെയ്യാനുള്ള ജോലി ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ചെയ്തു. ലാലേട്ടന് വേണ്ടി ചെയ്യുന്ന സിനിമയാണോ അത്, അതോ ലാലേട്ടൻ്റെ മനസ്സിൽ കണ്ട്? അല്ല, നിങ്ങൾ ചോദിച്ച ചോദ്യം വേണമെങ്കിൽ അല്ലാന്ന് വളരെ ഈസി ആയിട്ട് പറയാം. പക്ഷെ അങ്ങനെ പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ മോഹൻലാൽ എന്ന നടനെ വളരെ തീവ്രമായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട മോഹൻലാലിനെ എൻ്റെ സിനിമകളിലൂടെ ആളുകൾക്ക് കൊടുക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ തീർച്ചയായിട്ടും മോഹൻലാലിന് വേണ്ടി കൂടി ചെയ്യുന്ന സിനിമയാണ്, എനിക്ക് വേണ്ടി ചെയ്യുന്ന സിനിമയാണ്, മറ്റ് ആക്ടേഴ്സിന് വേണ്ടി, ടെക്നീഷ്യൻസിന് വേണ്ടി, ആളുകൾക്ക് വേണ്ടി ഒക്കെ ചെയ്യുന്ന സിനിമ ആയിരിക്കുമ്പോൾ പോലും അത് മോഹൻലാലിന് വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു സിനിമയാണ്. ലാലേട്ടൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പാട്ടുകളാണ്. എല്ലാത്തിലും നല്ല നല്ല പാട്ടുകളാണ്. ഇതിലും അങ്ങനെ തന്നെ അല്ലേ? ഗോപി സുന്ദറാണ് മ്യൂസിക്. ഇതിന് പാട്ടുകൾക്ക് കുറച്ചുകൂടെ എന്താണ് ഒരു മിഴിവുണ്ട്. കാര്യം ഉണ്ണികൃഷ്ണൻ ഒരു പക്ഷേ എല്ലാ സിനിമകളിലും നല്ല പാട്ടുകളാണ്. ഇതിലെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് സോങ്സ് ആണ്. അത് ഷൂട്ട് ചെയ്യാനും അത് പാടാനും ഒക്കെ പ്രയാസമുള്ള പാട്ടുകളാണ്. ഒരു സാധാരണ കേൾക്കുന്ന പാട്ടുകളിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടാണ് ഗോപി സുന്ദരം. ഒരുപാട് പ്രയത്നമുണ്ട്. ഒരു 6-6.5 മാസം എടുത്തു ഇതിൻ്റെ ആൽബം ശരിയാക്കാനായിട്ട്.